റൂത്തിന്റെ പുസ്തകം എടുത്തേ. Turn to the book of Ruth. 4-ാം അധ്യായം എടുത്തേ. Chapter 4. അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ചേ. Verse 11. 4-ാം അധ്യായം 11-ാം വാക്യം. Ruth 4:11. അതിന് പട്ടണവാതിക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. ഇവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. You need to listen to me. ഒരു പട്ടണത്തിലെ മുഴുവൻ മൂപ്പന്മാരും പറയുക, all the elders in the town are saying, ഞങ്ങൾ ഇതിന് സാക്ഷികൾ. we are witnesses to this. യഹോവ The Lord, റാഹേലിനെയും like Rachel ലേയെയും പോലെ and Leah, നിന്നെ അനുഗ്രഹിക്കട്ടെ. you may be blessed. അവർ ഇരുവരുമല്ലോ Those two are ഇസ്രായേൽ ഗൃഹം പണിതത്. the ones who built the house of Israel. It's fun to listen. ഇതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. There is a history behind ആ this. ചരിത്രത്തിലോട്ട് ഞാനൊന്ന് പോകാം. I'm going into the history. നമുക്ക് അതൊന്ന് മനസ്സിലാക്കാനായിട്ട് We need to understand ഒന്ന് രണ്ട് വാക്യങ്ങൾ ദൈവത്തിന് സ്തോത്രം നമുക്ക് വായിക്കേണ്ടത് ആവശ്യമുണ്ട്. A couple of verses we need to read. നമുക്ക് ദൈവത്തിന് സ്തോത്രം അതിന് ആധാരമായിട്ട് for that ആവർത്തന പുസ്തകം എടുത്താട്ടെ. Deuteronomy 23-ാം അധ്യായം എടുത്താട്ടെ. chapter 23 3-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. verse 3. ഒരു അമ്മോന്യനോ മോവാബ്യനോ ഒരു മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. ദൈവം ഒരിക്കൽ പറയുകയാണ്, God said once, ഒരു അമ്മോന്യനോ മോവാബ്യനോ, no Ammonite or Moabite, അവര് മാത്രമല്ല, not only them, അവരുടെ 10-ാം തലമുറ പോലും, to the 10th generation, ദൈവത്തിന്റെ അടുക്കൽ വരാൻ പാടില്ലെന്ന് ദൈവം പറഞ്ഞു. they shouldn't enter the assembly of the Lord. കാരണം ആ കുടുംബത്തിന്മേൽ ഒരു ശാപം വീണു. There was a curse upon that family. ജനനം തൊട്ടേ ശാപമാണ്. From birth you're cursed. അത് ഞാനിപ്പോ വായിപ്പിക്കുന്നില്ല. റെഫറൻസ് കുറിച്ചിട്ടോ നിങ്ങൾ. I can't read it. ഉൽപ്പത്തി പുസ്തകം Genesis 19-ാം അധ്യായം 19 36 മുതൽ 38 വരെയുള്ള വാക്യത്തില് മോവാബ്യന്റെ അമോന്യന്റെ ജനനം എങ്ങനെയാന്ന് വായിക്കുന്നു. How Moabites and Ammonites came into this world. അപ്പനിൽ നിന്ന് മക്കളിൽ പെൺമക്കളിൽ ഉരുവായ പിള്ളാരാകും. Daughters conceived through their father. അന്ന് തൊട്ടേ ശാപം കേറി ഇവന്റെ From കുടുംബത്തിൽ. then onwards they were cursed. ഇനി ഇവർക്ക് ഈ ശാപം വരാൻ കാരണം എന്താന്ന് കേട്ടോണം. Why did they receive these curses? ആവർത്തന പുസ്തകം 23-ാം അധ്യായം 4-ാം വാക്യം. ആ വാക്യത്തിലുണ്ട്. ആ സമ്മറിയെ ഞാൻ പറയുന്നുള്ളൂ. Deuteronomy 23:4. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ, Israel were coming out of Egypt. അവർ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങളെ വന്നെതിരേൽക്കായിക കൊണ്ടും നിന്നെ ശപിപ്പാൻ അവർ മെസപ്പൊത്തോമിയയിലെ പെഥോരിൽ നിന്ന് ബെയോരിന്റെ മകനായ ബിലിയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിച്ചു. ഇസ്രായേൽ മക്കളെ എതിരേൽക്കേണ്ട സ്ഥാനത്ത് instead of receiving Israel, ബിലിയാമിനെ വരുത്തി അവരെ ശപിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട് they hired Balaam to curse them. നീ മാത്രമല്ല, not only you, നിന്റെ 10 തലമുറ ദൈവത്തിന്റെ അടുക്കൽ വരാൻ പാടില്ല. to the 10th generation you cannot come to the assembly of God. ഇത് ഏദോമിന്റെ മേലും upon Edom, മോവാബിന്റെ മേലും കിടക്കുന്ന ഒരു ശാപമാണ്. upon Moab and Ammonites. ആ തലമുറ എന്ന ഒരു പെങ്കൊച്ച് കേറി വരിക, അവിടെ പേരാ രൂത്ത്. From that generation and young lady is coming up. Her name is Ruth. She is not the 10th generation. She is the second generation. A curse that is upon them till 10th generation. Somebody is breaking at the second generation. I have a message for you. With one prayer you can break any curse upon your life. Listen to me carefully. One family moved from Bethlehem to Moab. A woman and 3 men. The sons married 2 Moabite women. The 3 men died there. 3 widows were left behind. Daughters-in-law were told, I can't give you sons anymore. You go back to your gods. Immediately the first one left. The other
one said, your God is my God. അവർ രണ്ടും കൂടി ഇങ്ങനെ കൈക്ക് പിടിച്ചു. They shook hands. കൈക്ക് പിടിച്ചോണ്ട് They held the hands. ഒന്നിച്ച് യഹൂദയിലെ ബേത്ലഹേമിലേക്ക് വരിക. They are coming to Bethlehem. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. Listen to me. വല്ല പൈസയൊക്കെ ഉള്ള അമ്മായിയമ്മയുടെ കൂടെ അന്നേ മരുമക്കൾ നിൽക്കും. Rich mothers-in-law will have daughters-in-law. ഒരു സാരി മാറി ഉടുക്കാനില്ലാത്ത അമ്മായിയമ്മയുടെ ഏത് മരുമകളാ നിൽക്കുന്നത്? This poor woman, who would stand with her? ചുങ്കിടി സിൽക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടും ബോധിക്കുന്നില്ല ഇപ്പം. Oh, some people are unhappy even with the finest. നിങ്ങളൊന്ന് സഹകരിച്ചേ. Listen to me. അവൾ അവിടോട്ട് കേറി വന്നപ്പോൾ she comes there. യഹൂദയിലെ ബേത്ലഹേമിലുള്ള സ്ത്രീകളെല്ലാം കൂടെ കൈകൊട്ടി. The women of Bethlehem clapped their hands. നവോമി വന്നു. Naomi is back. അവൾ കരഞ്ഞോണ്ട് പറഞ്ഞു, സർവശക്തൻ എനിക്ക് കൈപ്പായത് ചെയ്തു, എന്നെ നവോമി എന്ന് വിളിക്കരുത്, മാറ എന്ന് വിളിക്ക. The Almighty has been bitter to me, so call me Mara, not Naomi. അതുകൂടെ കേട്ടപ്പോൾ നിശ്ചയമായിട്ടും അടുത്ത ട്രെയിനിൽ രൂത്ത് തിരിച്ചു പോകേണ്ടതാ. At that point Ruth should have returned. കാര്യം നാട്ടുകാരോട് ഒന്നുമില്ലെന്ന് പറയുക. She is confessing, I don't have anything. കണ്ടോ, അമ്മായിയമ്മയുടെ കൈക്ക് പിടിച്ച് ആ വീട്ടിലോട്ട് കയറി. And she hand in hand with the mother-in-law she enters the house. അമ്മി ഒരു ദിവസം ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇരുന്നു. One day they were depressed. പിറ്റേന്ന് അവൾ ചോദിച്ചു, The next day she asked, നമ്മൾ ഇങ്ങനെ ഇരുന്നാ മതിയോ? oh, should we sit like ഞാൻ this? രാവിലെ വയലിൽ ഒന്ന് പോട്ടെ. I'm going to the field. പരദേശിക്കും അനാഥയ്ക്കും വിധവയ്ക്കും കൊയ്ത്ത് സ്ഥലത്ത് മാറ്റിയിടണ ഒരു നിയമമുണ്ട്. There is a custom, there is a law that the aliens and the widows and the orphans during harvest time they should have a portion. Hallelujah. അങ്ങനെ ആ പെൺകൊച്ച് പറക്കാൻ പോയി. And that girl started picking the grains. ബൈബിളിലെ ഒരു ഭാഗം കേട്ടോളൂ. A word in the word of God. ഭാഗ്യവശാൽ അവൾ ബോവസിന്റെ വയലിലെത്തി. By chance she was in Boaz's field. തെറ്റിക്കേറിയതാ. By mistake. പക്ഷേ അതങ്ങ് ഒത്തു. But it clicked. അവൾ അവിടെ ചെന്ന് പറക്കാൻ തുടങ്ങി. And she started picking grains. ഓരോ നെൽമണികൾ പറക്കി. And she started picking grains. ഓരോ ഗോതമ്പിലെ മണി പറക്കി. And wheat grains. പറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബോവസ് വരിക. And then Boaz comes. ബോവസ് ചോദിച്ചു, Boaz asked, ഈ പെണ്ണാരാ? who is this girl? അതിന്റെ കാരണം And the reason, അവള് മാത്രമല്ല ഒത്തിരി പേര് പറക്കുന്നുണ്ട്. a lot of people are picking grains. അവിടെ പറക്ക് കണ്ടപ്പോ ചോദിച്ചു, ഇവളാരാ? And he observed her and asked, who is she? നിന്റെ ഇരിപ്പ് കണ്ട ദൈവം ചോദിക്കണം, നീ ആരാ? God has to ask, looking at you, who are you? പറഞ്ഞു, അവർ നിന്റെ ചാർച്ചക്കാരിയാ. She is from your family. ഉടനെ ബോവസ് പറയുക, Boaz is saying, ദൈവം ഇസ്രായേലിന്റെ ചിറകിനെ നിന്നിൽ ആശ്രയിച്ചുവെന്ന് നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം തരട്ടെ. you have come under the wings of Jehovah of Israel, you will be blessed. ബോവസ് പറയാ, നിന്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടി നീ ചെയ്തത് നാടെങ്ങും പരന്നെന്ന്. What you have done for your mother-in-law, everybody knows. ഇന്ന് പരക്കുന്നുണ്ട്, വേറെയാന്നേ ഉള്ളൂ. Some people are picking, I don't want to say what. Hallelujah. അമ്മായിമ്മയ്ക്ക് വേണ്ടി ചെയ്തത് നാട് മുഴുവൻ പരന്നു. What you have done for your mother-in-law, everybody knows. ഉടനെ ബോവസ് പറയുക, And Boaz is saying, കേട്ടോ മോളെ, listen daughter, കേട്ടോ മകളെ, listen daughter, പറക്കാൻ വേറെ വയലിൽ പോകണ്ട. do not look for other fields. ഞാനും നിങ്ങളോട് പറയാം, I am telling you, ഒരു ജന്മം പറക്കിയാ തീരാത്തത് ഈ വയലിലുണ്ട്. in this field there is a blessing that you can have for a lifetime. നീയും നിന്റെ തലമുറയും പറക്കിയാ തീരാത്തത് ഇവിടെ ഉണ്ട്. There is enough blessing for you and your descendants. ചിലര് ഈ വയലിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് വനമ്പത്തിരിക്കുന്നവരുണ്ട്. Some people are on the verge of getting in. അവരോടല്ല ഞാൻ പറയുന്നത്. I'm not talking to them. വയലിൽ ഇറങ്ങിയവരോടാ ഞാൻ പറയുന്നത്. I'm talking to those who are inside. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. Listen to me. എന്നിട്ട് ബാല്യക്കാരോട് പറഞ്ഞു, And told the servants, പറക്കുന്ന ഇവളെ തൊടരുത്. don't touch her while she is picking up. ഇവളെ തൊട്ടുപോയേക്കരുത്. Do not touch her. അവള് പറക്കാൻ തുടങ്ങി. Do not trouble her. She അന്ന് started picking. പറക്കിയത് വീട്ടിൽ കൊണ്ടുവന്നു. And she took it home. വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പം Every evening. പറക്കിയ കഥ അമ്മായിയമ്മയോട് പറയും. And she would share the story of the day. അമ്മായിയമ്മ ഓരോ ദിവസം പറയും, And the mother-in-law will say, കൊള്ളാം മോളെ. very good. പിറ്റേന്ന് ചെന്നപ്പം And the next day, പറക്കിന്റെ ലെവല് മാറി. and the level increased. ബോവസ് കൊയ്ത്തുകാരോട് പറഞ്ഞു, Boaz told the harvesters, ഇവൾ ഇതുവരെ ഓരോന്ന് പറക്കുമായിരുന്നല്ലോ, she has been picking up one by one. കറ്റക്കൂട്ടങ്ങളുടെ ഇടയെന്ന് പറക്കട്ടെ. And let her pull out from that which is bundled. എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് വീഴുന്നത് വാരിയെടുക്കാം. So that means she had to pull out from the bundle. പിറ്റേന്ന് വന്നപ്പം ബോവസ് പറഞ്ഞു, Then Boaz said, ഈ ചുമടുക്കുന്നവരോട് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആ പറിച്ച് ഇങ്ങനെ വലിച്ച് ചുരുട്ടി കൂട്ടി ഇടുന്ന എല്ലാം കൂടെ അവിടെ മുമ്പിൽ ഇട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. or instead of throwing it out, you put it in front of her. പറക്കാൻ ഇറങ്ങിയ ലെവല് മാറും. Or she is going from one level to the next. അന്നത്തെ കഥ ചെന്ന് പറഞ്ഞപ്പോ, And when she said that story, അമ്മായിയമ്മ പറഞ്ഞു കൊടുക്കുക, and the mother-in-law is saying, മോളെ കുളിച്ച്
തൈലം പൂശി ഇന്ന് നല്ല ബോവസിന്റെ കാച്ചവട്ടി കിടക്കണം. You need to take bath and put perfume and be at the feet of Boaz. ഒറ്റ രാത്രി കൊണ്ട് ഒരുത്തിയുടെ സ്ഥിതി മാറുക. In one night somebody's life is being changed. ഈ മുഴുവൻ ഫുൾ നൈറ്റ് പ്രയറിന്റെ പിമ്പിലെ ചരിത്രം ഇതാ. There's a history behind all night prayers. രാത്രി ബോവസ് ഉണർന്നു നോക്കിയപ്പോൾ While Boaz woke up in the middle of the ഒരു night, സ്ത്രീ കാച്ചവട്ടി കിടക്കുന്നു. there's a woman at the feet. അവൻ ചോദിച്ചു എന്താണ്? What is going on? എന്നെ കുറിച്ച് മോശമായി പറയുമല്ലോ. People will say bad about me. അവൾ പറഞ്ഞു അല്ല. No. ഞാൻ നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി വന്നിരിക്കുക. You are my redeemer. I have come for redemption. വെളുപ്പിനെ അവൻ എഴുന്നേറ്റ് പറഞ്ഞു. Early morning he said, നിന്റെ ഷാൾ ഇങ്ങോട്ട് പിടിക്കുക. give your shawl. അമ്മി ഇങ്ങനെ അങ്ങോട്ട് ഷാൾ ഇട്ടു. And the shawl was put. അളക്കാൻ തുടങ്ങി. And he started pouring in. അളന്നു. He poured in. അമ്മി അളന്ന്. And he poured in. അളന്ന്. Measured. അളന്ന്. Measured. ജീസസ്. അമ്മി ഒരു വലിയ കെട്ടെടുത്തു. A big bundle. ഇവളിത് തലേ വെച്ച്. And she put it on her head. ചുമന്നുകൊണ്ട് വീട്ടിൽ പോവാ. Carried it home. ഇതും തലേ വെച്ചോണ്ട് എന്ന്. When she was carrying it. നിന്ന് കഥ പറഞ്ഞു. And she stood up and said the ഇന്നും story. നടന്നതെല്ലാം പറഞ്ഞു. Everything that happened today. അമ്മായിയമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. Mother-in-law said, മോളെ നീ അനങ്ങാതിരുന്നു. you stay still. നിന്റെ വീണ്ടെടുപ്പ് നടക്കുവോളം. Until your thing is settled. നിന്റെ വീണ്ടെടുപ്പുകാരൻ അടങ്ങിയിരിക്കത്തില്ല. Your redeemer will not have peace. നീ മൗനമായിരുന്നു. You be quiet. ഞാൻ പ്രവചിച്ചു പറയാം. I am നീ prophesying. മൗനമായിരുന്നു. You be quiet. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവാ. God is going to work on നീ your behalf. മൗനമായിരുന്നു. You wait on him. നിന്റെ കാര്യത്തിൽ ദൈവം അത്ഭുതം ചെയ്യാം. God is going to perform a miracle for you. ആ ബോവസിനെയും രൂത്തിനെയും കൂടെ ഒന്നിപ്പിച്ചപ്പോൾ When Boaz and Ruth were brought together, പട്ടണത്തിലെ മൂപ്പന്മാര് പറയുക, the elders of the town said, ഇതിന് ഞങ്ങൾ സാക്ഷികളാണ്. we are witnesses to this. ഈ വീണ്ടെടുപ്പിന് ഞങ്ങൾ സാക്ഷികളാണ്. We are witnesses to this redemption. യഹോവ റാഹേലിനെയും ലേയം പോലെ, Just like Rachel and Leah, റാഹേലിനെയും ലേയം പോലെ, just like Rachel and Leah, നിന്റെ വീട്ടിൽ വന്നവളെ ദൈവം അനുഗ്രഹിക്കട്ടെ. or you who came to the house of God, you will be blessed. പത്താം തലമുറക്കാരൻ കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിടത്ത് Till the 10th generation you couldn't enter. ഒരു രണ്ടാം തലമുറക്കാരി A girl of second generation, കണ്ണുനീരോടെ, with tears, പ്രാർത്ഥനയോടെ, prayers, നിലവിളിയോടെ, with weeping, അമ്മി ആരാധനയോടെ worship, ആ ശാപം പൊട്ടിച്ച് that curse was broken, ഒന്നാം നിരയിലെത്തി. and she came to the front row. നിന്റെ മേൽ കിടക്കുന്ന ശാപം, The curse that is upon you, ആ curses, oh those curses, ഇന്ന് നീ അതിനെ പൊട്ടിച്ചു കയറണം. you need to break it off. ആരോടോ ദൈവം പറയുന്നു, God is speaking to some of you. ഒന്ന് കരഞ്ഞു പ്രാർത്ഥിര്, It's time to weep. ഒന്ന് അനുതപിച്ച് പ്രാർത്ഥിര്. It's time to repent. എബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ബൈബിളിൽ There was a man called Jabez. ഞാൻ പെട്ടെന്ന് പോട്ടെ. എബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ I have to run through it fast. അവൻ വ്യസനത്തോട് അവന്റെ അമ്മ അവനെ പ്രസവിച്ചു. His mother gave birth to him with much pain, അവന്റെ പേര് വ്യസനപുത്രൻ എന്നാ. and his name was Pain. ഞാൻ രണ്ടുകാലും മുടങ്ങിയ ഒരു മനുഷ്യനെ കുറിച്ച് I പ്രസംഗിച്ചു. spoke about a man crippled at both feet. അവന്റെ പേര് പറയാമോ? His name, മെഫിബോശെത്ത്. Mephibosheth. അവൻ ജനിച്ചത് രാജകുടുംബത്തിലാണ്. He was born in a palace. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകനാ മെഫിബോശെത്ത്. Saul's son Jonathan was his father. രാജകുടുംബത്തിൽ രാജകുമാരനായി ജനിച്ചവനാ. He was born in a palace as a prince. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. Listen to me അവന്റെ carefully. അഞ്ചാമത്തെ വയസ്സില് At the age of 5, അവനെ എടുത്തോണ്ട് ഓടുമ്പം nurse was running അവൻ with him. താഴെ വീണ് രണ്ട് കാലും മുടങ്ങിപ്പോയി. He fell down and both his feet were crippled. അവന്റെ അവസ്ഥ വായിക്കുന്നുണ്ട്. Oh, his situation was bad. ചത്ത നായെ പോലെ അവനായി. He was like a dead dog. പക്ഷേ ദൈവത്തിന്റെ ദയ കാണിക്കാൻ But the mercy of God fell upon ദാവീദ് him. ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. David is asking, ശൗലിന്റെ കുടുംബത്തിൽ ആരേലും ഉണ്ടോ? is anyone in the family of Saul? എത്ര വലിയ ശാപം നിന്നെ മൂടിയാലോ, No matter what curse comes upon നിന്നെ you, തേടി വരുന്ന ദൈവത്തിന്റെ ദയ, God's mercy will come after you. ചിലരോട് ദൈവം പറയുക, God is speaking to some of you. ഇതുവരെ നടക്കാത്ത കാര്യം നിന്റെ തലമുറയിൽ നടക്കട്ടെ. Something that has never happened will happen to your ചിലരെ children. ദൈവത്തിന്റെ ദയ തേടി വരുന്നു. God's mercy is coming after you. ചിലരെ ദൈവത്തിന്റെ കരുണ തേടി വരുന്നു. God's grace is coming after you. ദാവീദ് അവനെ വരുത്തിച്ചു. David called him, ദാവീദ് അവനെ കൊണ്ടുവന്നപ്പോൾ അവൻ വിറച്ചുപോയി. and Mephibosheth was trembling. അവനോർത്ത് ശിക്ഷിക്കാനാ, Is it to punish me? ദാവീദ് പറഞ്ഞു അല്ല, David said, no, നിന്റെ അപ്പന്റെ നിലം തിരിച്ചു തരാനാ. I'm going to give you the fields of your father. അവനോട് പറഞ്ഞു,
And he said to him, ഇന്ന് തൊട്ട് നീ നിത്യം എൻ്റെ മേശയെന്ന് ഭക്ഷിക്കും. from today onwards your food will be at my table. അവൻ പറയുന്ന ഒരു കരച്ചിലാ. And then he's weeping. അയ്യോ ചത്ത നായെ പോലെ. I am like a dead dog. അയ്യോ ചത്ത നായെ പോലെ. Like a dead dog. ഒന്നിനും കഴിവില്ലാതായ എന്നെ good for nothing. ഇങ്ങനെ നീ ആക്കിയല്ലോ. Oh, you are honoring me. ഞാനൊരു കാര്യം പറയാം. I'm telling you something. നിന്റേതല്ലാത്ത കാരണത്താൽ because of reasons that is not നിന്റെ yours. ലൈഫിൽ ഒരു ഗതികേട് വന്നാൽ if you have a curse upon you, നിന്നോട് ദയ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. God is a merciful God. ആരോടൊക്കെയോ ദൈവം പറയുക. God is speaking to some of you. നിന്നോട് ദൈവം ദയ കാണിക്കാൻ പോവാ. God is showing his kindness. ഇവിടെ എബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. There is a man called Jabez. അതോടെ പറഞ്ഞ് ഞാൻ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോകാം. I'm going to go forward with this. എബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ. There is a man called Jabez. ആമീൻ. 2 ദിനവൃത്താന്തങ്ങൾ 4-ാം അധ്യായത്തിൽ First Chronicles 4:9. ആ വാക്യം പഠിക്കുമ്പോൾ when you study that verse, അവന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു. his mother gave birth to him in pain. ദുഃഖത്തോടെ Gave പ്രസവിച്ചു. birth to him in pain. അവന് ദുഃഖപുത്രൻ എന്ന് പേരിട്ടു. His name was son of sorrow. ഹല്ലേലൂയ. അവൻ എന്നും സങ്കടപ്പെട്ട് കഴിയുക. Every day he was crying. എന്നും കരഞ്ഞുകൊണ്ട്. His life was full of pain. അയ്യോ എൻ്റെ ലൈഫ്. Oh my life. ഇനി എനിക്ക് മുന്നേറാൻ പറ്റത്തില്ല. I can't advance ഒരു anymore. ദിവസം അവൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. One day he decided to pray. ബ്രദർ ഒരു സത്യം പറയാം. And let me tell you a truth. നിന്റെ ലൈഫിന്റെ ഉയർച്ചയുടെ രഹസ്യം പ്രയറാ. Prayer is the secret behind your success. പ്രാർത്ഥനയാ ഉയർച്ചയുടെ രഹസ്യം. Prayer brings victory. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറാ. There's supernatural power in prayer. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാ. There is strength in prayer. ചില തടസ്സങ്ങൾ വരുന്നത് നന്മയ്ക്കാ. Some obstacles are for your good. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. I have a promise for you. നടക്കേണ്ടതൊക്കെ കൃത്യ സമയത്ത് നിന്റെ കുടുംബത്തിൽ നടക്കും. That which has to happen will happen in God's time. ഒറ്റ ഒരു കാര്യമേ നമുക്കുള്ളൂ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം. We need to be men and women of prayer. ഞാൻ പണ്ട് പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് പറയുക. Let me repeat what I already said. അമേരിക്കയിലെ പ്രസിദ്ധനായ ഒരു ഡോക്ടർ ഉണ്ട്. ഡോക്ടർ പേര് ഡോക്ടർ മാർക്ക് എന്നാണ്. Dr. Mark was a famous American doctor. അദ്ദേഹം ഒരു പ്രസിദ്ധനായ ഡോക്ടറാണ്. He was a very famous doctor. അദ്ദേഹം ഒരു ക്യാൻസർ ഡോക്ടറാണ്. He was a cancer specialist. അദ്ദേഹത്തെ അമേരിക്കയിലുള്ള പല സ്റ്റേറ്റിലെ ഡോക്ടർമാർ ഒന്നിച്ച് ആദരിക്കാൻ തീരുമാനിച്ചു. A lot of doctors got together and wanted to honor him. അമേരിക്കയിലെ മറ്റൊരു സ്റ്റേറ്റിലേക്ക് പുള്ളിയെ ആദരിക്കൽ ചടങ്ങിന് വിളിച്ചു. See, he was invited to another state to be honored. അദ്ദേഹം ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് അവിടേക്ക് പോവുക. He was traveling in a flight to that state. എയർപോർട്ടിൽ നിന്ന് പൊങ്ങി 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് വീണ്ടും അടുത്ത എയർപോർട്ടിൽ ഇറങ്ങി. And after 1.5 hours they landed in another airport. അവര് പറഞ്ഞു ഇനി ഫ്ലൈറ്റ് പോകത്തില്ല. This flight will not take off now. എന്താ കാര്യം? വെതർ കണ്ടീഷൻ കറക്റ്റ് അല്ല. Because the weather is not right. കാരണം ഭയങ്കര കൊടുങ്കാറ്റാണ്. There's a turbulence in the air. എയർപോർട്ടിൽ തിരക്കുമ്പോൾ പറഞ്ഞു അടുത്ത 3 ദിവസം ഫ്ലൈറ്റ് കാണുകയില്ല. For the next 3 days this flight will not take പുള്ളിക്ക് off. അവിടെ പോയാലേ പറ്റൂ. He has to go there. അദ്ദേഹം അവിടെ തിരക്ക് ഇന്ന സ്റ്റേറ്റിൽ പോകാൻ എത്ര മണിക്കൂർ വേണം? How many hours to travel to the next state? അവര് പറഞ്ഞു 5 hours കൊണ്ട് ബൈ റോഡ് പോകാം. By road you can take in 5 hours. 5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എത്താം. You can reach in 5 hours. അദ്ദേഹം ഒരു റെന്റ് കാർ എടുത്ത് യാത്ര ആരംഭിച്ചു. So he hired a car and started driving. ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ 2 hours later പ്രകൃതിയിൽ ആകാശത്തടിച്ച കൊടുങ്കാറ്റ് ഭൂമിയിലും അടിച്ചു. hurricane that was in the heavens came down to the earth. വൃക്ഷങ്ങൾ പിഴുത് റോഡിലേക്ക് വീഴുക. Trees are falling on the road. തന്റെ വണ്ടിക്ക് മുന്നോട്ട് പോയാത്ത സാഹചര്യം ഉണ്ടായി. His car couldn't go forward. തന്റെ കാർ ഷിവർ ചെയ്യാൻ തുടങ്ങി. His car started shaking. താൻ തൊട്ടടുത്ത വീട്ടിലോട്ട് കാർ ഓടിച്ചു കയറ്റി. He drove to the next house. ആ വീടിന്റെ ഡോറിൽ ചെന്ന് മുട്ടി. Knocked the door. ഒരു മദാമ വന്ന് വാതിൽ തുറന്നു. The lady opened the door. പറഞ്ഞു ഞാനൊരു ഡോക്ടറാണ്, കൊടുങ്കാറ്റ് കണ്ട് പേടിച്ചു പോയി, ഒന്ന് കേറിയിരുന്നോട്ടെ. I am a doctor. There is a hurricane. Can I get in? അവർ പറഞ്ഞു കേറിയിരുന്നോ. She said come on in. ആ മദാമ ഒരു ഗ്ലാസ് കാപ്പി കൊണ്ട് കൊടുത്തു. She served him coffee. കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോ After the coffee ഒരു was served, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. and as they were chatting, മദാമ പറഞ്ഞു എനിക്ക് പ്രയർ ടൈം ആയി. this is my prayer time. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നോ? Can you join with me? ഡോക്ടർ പറഞ്ഞു. Doctor said, ഞാൻ ദൈവവിശ്വാസം ഇല്ലാത്ത ആളാ. I don't believe in God. നിങ്ങൾ പ്രാർത്ഥിച്ചോ? You pray. ആ സ്ത്രീ അകത്ത് പോയി. She went in. അലറിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. She was weeping and praying. 2 മണിക്കൂർ 2 hours. പുറത്ത് വീശി അടിക്കുന്ന കൊടുങ്കാറ്റിനേക്കാൾ ശക്തിയോടെ അകത്തെ മുറിക്കകത്ത് കരഞ്ഞു. More powerful than the wind outside, she was crying 2 inside. മണിക്കൂർ കഴിഞ്ഞ് After 2 hours, വെട്ടി വേർത്ത സ്ത്രീ ഇറങ്ങി she വന്നു. was sweating and she came out. ഡോക്ടർ ചോദിച്ചു. Doctor asked, എന്താ നിങ്ങൾ ഇത്രയും കരയാൻ കാരണം? why are you crying like this? ആ സ്ത്രീ പറഞ്ഞു ഡോക്ടർ അകത്തോട്ട് വാ. Doctor, come on in. ബെഡ്റൂമിൽ കൊണ്ടുപോയി. Took him to the bedroom. 18 വയസ്സുള്ള അവിടെ മോള് ക്യാൻസർ ആയിട്ട് കിടക്കുക. 18-year-old daughter is suffering with cancer. ആ സ്ത്രീ പറഞ്ഞു. And she said, ഡോക്ടർ ഞാൻ കരഞ്ഞ എന്തിനാണെന്നറിയോ? you know why I cried? ഹല്ലേലൂയ, എനിക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ട്. I have a prayer request. അതിന്റെ യേശുവിനോട് ഞാൻ പറയുമായിരുന്നു. I was telling my എന്റെ Jesus. കുഞ്ഞിനെ ഈ സ്റ്റേറ്റിലെ എല്ലാ ഡോക്ടർമാരും തള്ളി. All the doctors in this state have checked her out. ഇനി ഇവളെ നോക്കാൻ ഈ അമേരിക്കയിൽ മറ്റൊരു ഡോക്ടറേ ഉള്ളൂ. There is only one doctor who can check her. ആ ഡോക്ടറെ
കാണാൻ വേണ്ടി ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചു. I had asked for an appointment. ആ ഡോക്ടർ പേര് ഡോക്ടർ മാർക്ക് എന്നാ. His name is Dr. Mark. 6.5 മാസം കഴിഞ്ഞിട്ടാണ് ആമി ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. And I got an appointment 6 months later. ആമി ആ 6.5 മാസം മാറി ഈ ആഴ്ച ഒരു അപ്പോയിന്റ്മെന്റിനാ ഞാൻ കരഞ്ഞത്. And I was crying for an appointment today. ഡോക്ടർ അവിടെ മുട്ടുകുത്തി. And the doctor knelt down. നിങ്ങൾ 6.5 മാസം കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്ന ഡോക്ടർ മാർക്ക് ഞാനാ. I am Dr. Mark whom you got appointment for. ഞാനൊരു ദൂത് നിന്നോട് പറയാം. I have a message for you. ആകാശത്തിലെ ഫ്ലൈറ്റിന്റെ ഗതി മാറ്റി. He can turn around the flight. കൊടുങ്കാറ്റിന്റെ ഗതി മാറ്റി. He can turn around the hurricane. പ്രാർത്ഥിക്കുന്നവന്റെ അടുക്കൽ The woman who was praying പ്രാർത്ഥനയുടെ മറുപടി എത്തിക്കാൻ to bring the answer of prayer. കഴിവുള്ള ഒരു ദൈവമാണ്. It is the Almighty God. ആരാധിക്കുന്ന ചിലരോട് പറയാം. To you who are worshiping, നിന്റെ ലൈഫിന്റെ ഗതി നിയന്ത്രിക്കുന്നത് പ്രയർ ആണ്.